ഹലോ മക്കളെ, നമുക്ക് തുടങ്ങാം. അതായത് ലെസൺ 18 മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ് എന്നുള്ളതാണ്. നമുക്ക് എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് അറിയാലോ. ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്നുള്ള സയന്റിസ്റ്റ്, അതായത് ഇതുവരെ നമ്മൾ ഇലക്ട്രിക് ചാർജിനെ കുറിച്ച് പഠിച്ചു, അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ഭാഗം പഠിച്ചു. അതുപോലെ നിൽക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്ന ചാർജിന് അതിന് ചുറ്റിനുള്ള ഫീൽഡ് ലൈൻസ് ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഒഴുകുന്ന ചാർജിനെ കുറിച്ച് പഠിച്ചു, കറണ്ട്, ഇലക്ട്രിസിറ്റി എന്നുള്ള ഭാഗം പഠിച്ചു. അടുത്തതായിട്ട് വരുന്നത് മാഗ്നറ്റിസം ആണ്. അതായത് ഒഴുകുന്ന കറന്റ്, ഒരു സർക്യൂട്ടിൽ ഇങ്ങനെ ഒഴുകുന്ന കറന്റ് ഉണ്ടെങ്കിൽ ആ സർക്യൂട്ടിന് ചുറ്റും, ആ ചാലക കമ്പിക്ക് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്ന് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്നുള്ള സയന്റിസ്റ്റ് കണ്ടെത്തി. അതാണ് ഈസ്റ്റഡിന്റെ ഡിസ്കവറി. ഓക്കെ, ഈസ്റ്റഡിന്റെ ലോ പറയുന്നു മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഇപ്പൊ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കൊടുത്ത ഒരു ബാറ്ററി സോഴ്സ് ഉണ്ട്, ഇലക്ട്രിക് സോഴ്സ് ഉണ്ട്, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. ആ സമയത്ത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ ചാലക കമ്പി, അതില് ഒരു പേപ്പർ പീസ് ഇങ്ങനെ വെച്ചു, പേപ്പർ പീസ് ഇതിനിടയിലൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് പേപ്പർ പീസിന്റെ ചുറ്റും ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അറൈസ് ചെയ്യുന്നു. കറന്റ് ക്യാരിയിങ് വയർ ഡിഫ്ലെക്സ് എ കോമ്പസ് നീഡിൽ. അതിന് അടുത്ത് നിങ്ങൾക്ക് ഒരു കോമ്പസ് നീഡിൽ, ഒരു നമ്മുടെ കാന്തസൂചി ഇല്ലേ, കാന്തസൂചി കൊണ്ടുവച്ചാൽ ഈ കാന്തസൂചി ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും. സൂചി ഡിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് ചുറ്റിനും കാന്തിക മണ്ഡലം ഉള്ളത് കൊണ്ടാണ് ആ സൂചി ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആർ യൂണിഫൈഡ്. അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടോ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ അവിടെ നിന്ന് ഇലക്ട്രിസിറ്റിയും ഉണ്ടാക്കാം എന്ന് മൈക്കൽ ഫാരഡെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മാഗ്നറ്റിസത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുമെന്ന് മൈക്കൽ ഫാരഡെ കണ്ടെത്തി. ഈസ്റ്റഡ് എന്താ പറഞ്ഞതെന്ന് അറിയോ? ഈസ്റ്റഡ് പറഞ്ഞു, നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇങ്ങനെ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന് സ്ട്രെങ്ത് ഉണ്ടാവൂലേ? ബി എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. ഐ എന്നുള്ള കറന്റ് ആണ് ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്നത്. അപ്പൊ ആ ചിത്രത്തിൽ നോക്കൂ, ഇതിന് ചുറ്റിനും എന്ത് പോകുന്നുണ്ട്? ഇതിന് ചുറ്റിനും എന്ത് പോകുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ചാൽ കോൺസെൻട്രിക് സർക്കിൾസ് ഫോർ എ സ്ട്രേറ്റ് വയർ. ഒരു സ്ട്രേറ്റ് വയർ ആണെങ്കിൽ അതിന് ചുറ്റിനും കോൺസെൻട്രിക് സർക്കിൾസ് ആണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു ക്ലോസ്ഡ് ലൂപ്പ് അതിനുണ്ടാക്കും. അതൊരിക്കലും ഒരു ലൈന് മറ്റേ ലൈനിന് എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. എന്താ ഇന്റർസെക്ട് ചെയ്യില്ല പറഞ്ഞാല് ഒന്ന് മറ്റൊന്നിനെ കൂട്ടിമുട്ടില്ല. ഓക്കെ, അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകത. ഇതൊക്കെ നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? ചാർജിന്റെ ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും എന്ത് ചെയ്യില്ല, ഒരിക്കലും കൂട്ടിമുട്ടില്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരു ലൈന് മറ്റൊരു ലൈനായിട്ട് കൂട്ടിമുട്ടില്ല. ദിസ് വിൽ നോട്ട് പോസിബിൾ. ഒരു ലൈന് മറ്റൊരു ലൈനായിട്ട് ഇന്റർസെക്ട് ചെയ്യില്ല. ലൈന് അതിന്റെ വഴിക്ക് അങ്ങനെ പോവുകയുള്ളൂ. ഓക്കെ, ഒരു മാഗ്നറ്റിക് ലൈന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ, ഇതിന് ചുറ്റും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു മാഗ്നറ്റിക് ലൈന്, അടുത്ത മാഗ്നറ്റിക് ലൈന്, അടുത്ത മാഗ്നറ്റിക് ലൈന്, ഈ മൂന്ന് ലൈനും കൂട്ടിമുട്ടോ? ഇല്ല. അത്രേ പറഞ്ഞിട്ടുള്ള മാഗ്നറ്റിക് ലൈൻസ് നെവർ ഇന്റർസെക്ട്. ഓക്കെ, ഇനി അത് തന്നെ ബയോട്ട്-സാവേർട്ട്സ് ലോയില് നമുക്ക് ഫീൽഡ് കോൺട്രിബ്യൂഷൻ, ഒരു ചെറിയൊരു കറന്റ് ഉണ്ട്. ആ കറന്റ് ഒരു സർക്യൂട്ടിൽ, ഒരു കമ്പിയിലൂടെ അങ്ങനെ ഒരു കറന്റ് പോകുന്നത് കൊണ്ട് അതിന് ചുറ്റും റൈസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് μ0/4πITL sin θ by r² എന്നുള്ള ഫോർമുല, μ0/4πIDL sin θ by r² എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ഫീൽഡ് കോൺട്രിബ്യൂഷൻ, എത്രമാത്രം ഫീൽഡ് ഇതില് ചുറ്റിനും ഐ എന്നുള്ള കറന്റ് കൊണ്ട് DL എന്നുള്ള ചെറിയൊരു ലെങ്ത് ആണ്, ഏത് ആ ഒരു കണ്ടക്ടറിലെ ലെങ്ത്. അപ്പൊ അത് തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, അവിടുന്ന് ഐയും ലെങ്ത്, ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ ഏത് ഈ കണ്ടക്ടറിന്റെ, അതുപോലെ തന്നെ ഇതിന്റെ ഏരിയ ഉണ്ടാവുമല്ലോ, അതാണ് റേഡിയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് ആ ഫീൽഡിന്റെ റേഡിയസ്, അതാണ് സ്മോൾ ലെറ്റർ r എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇക്വേഷനെയാണ് ബയോട്ട്-സാവേർട്ട്സ് ലോ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ആംപിയർ സർക്യൂട്ട് ലോ. ആംപിയർ സർക്യൂട്ട് ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി, ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി, അതായത് ബി മീൻസ് മാഗ്നറ്റിക് ഫീൽഡ്, ബി എന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോ B.dl ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഉണ്ട്, ലെങ്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ഒരു കണ്ടക്ടറിലൂടെ. IDL ഒരു പെർട്ടിക്കുലർ ലെങ്ത്
കണ്ടക്ടറിന്റെ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ is equal to mu zero I. This is called ആംപിയർ സർക്യൂട്ടൽ ലോ. അതായത് ഒഴുകുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് റേസ് ചെയ്യുന്നത്. അപ്പൊ ലെങ്ത് കൂടിയാലോ, ലെങ്ത് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. കണ്ടക്ടറിലെ ലെങ്ത് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പൊ അതിലൂടെ ഒഴുകുന്ന കറന്റ് കൂടിയാലോ, കറന്റ് കൂടിയാലും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. കറന്റ് കൂടി അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ലെങ്ത് ഇൻക്രീസ് ചെയ്തു സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പൊ ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ടി എൽ ഈക്വൽ ടു mu 0 I എന്നുള്ളതാണ് ആംപിയർ സർക്യൂട്ടൽ ലോ പ്രകാരം പറയുന്നത്. ബി ഈസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണല്ലോ ഒരു സോളിനോയിഡ്. ഈ സോളിനോയിഡ് ഇതിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ നമ്മൾ ബി is equal to mu 0 കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് ടേൺസ് ഇൻടു അതിലൂടെ ഒഴുകുന്ന ഒരു ടേൺസിലൂടെ ഒഴുകുന്ന I current. Okay, mu 0 Ni. This is uniform field along axis B is equal to mu 0 Ni. Okay, mu 0 Ni. It very important ആണ്. ഒരു ഫീൽഡ് ഓഫ് സോളിനോയിഡിന് ചുറ്റുമുള്ള ഫീൽഡ് എത്രയാവും എന്ന് കണ്ടെത്താനുള്ള ഫോർമുല. ഓക്കെ, mu 0 Ni. അത് ലോറൻസ് ഫോഴ്സ് ഈ ഒരു ചാർജ് ഉള്ളത് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് റൈസ് ചെയ്യും എന്ന് പറഞ്ഞു പഠിച്ചു. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സ് ഓൺ എ ചാർജ് Q മൂവിങ് ഇൻ എ ഫീൽഡ് B. അതായത് ഒരു ചാർജ് Q എന്നുള്ള ഒരു ചാർജിന് ആ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ആവശ്യമാണല്ലോ. അതിന് കിട്ടുന്ന ഫോഴ്സ്, ഒരു ചാർജിന് കിട്ടുന്ന ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ആ ഫോഴ്സ് ലോറൻസ് ഫോഴ്സ് എന്ന പേരിൽ അറിയപ്പെടും. ഫോഴ്സ് ഓൺ ചാർജ് Q മൂവിങ് ഇൻ ഫീൽഡ് B. അതായത് നിങ്ങൾ ഒരു യൂണിറ്റ് ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ആ ചാർജിനെ മൂവ് ചെയ്യുന്ന മൂവിങ് Qക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. ഈ ഒരു ഫീൽഡ് ഉള്ളതുകൊണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്, ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ആ ചാർജിന് കിട്ടുന്ന ഫോഴ്സ് എങ്ങനെ കാണുക? ഫോഴ്സ് ഈക്വൽ ടു എത്രമാത്രം ചാർജ് ഉണ്ട് ഇൻറ്റു വി ക്രോസ് ബി. വി ക്രോസ് ബി പറഞ്ഞാല് വി ക്യൂ ബി ബി സൈൻ തീറ്റ. ഓക്കെ, ക്യൂ ബി ബി സൈൻ തീറ്റ എന്നുള്ളതാണ്. അപ്പൊ അത് ക്യൂ ബി ബി എന്നുള്ളത് ചാർജ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡും ആ ചാർജും തമ്മിലുള്ള ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സൈൻ തീറ്റ 90 ഡിഗ്രി, 1 എന്ന് സൈൻ 1 എന്ന് വരും, സൈൻ തീറ്റ സൈൻ 90 എന്ന് വരും. അപ്പൊ ആൻസർ 1 എന്ന് വരും. അപ്പൊ ക്യൂ ബി ബി എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ബി ബി എന്നുള്ളതിലേക്ക് വരും. എപ്പോ ആ ആംഗിൾ ബിറ്റ്വീൻ ചാർജ് ആൻഡ് ഫീൽഡ് 90 ഡിഗ്രി ആണെങ്കിൽ. ഫോഴ്സ് ഓൺ എ കറണ്ട് വയർ ILB സൈൻ തീറ്റ. ILB ആ കണ്ടക്ടിങ് വയറിന്റെ ലെങ്ത് ആണ് L. അപ്പോ കറന്റ് അതിലൂടെ ഒഴുകുന്ന കറന്റ് വയറിലൂടെ ഉള്ളതാണെങ്കിൽ ILB സൈൻ തീറ്റ. ഫോഴ്സ് ഈക്വൽ ടു ILB സൈൻ തീറ്റ. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ സോളിനോയിഡിന്റെ കേസ് പറഞ്ഞിരുന്നു. സോളിനോയിഡിലൂടെയുള്ള ഫീൽഡ് പറഞ്ഞിരുന്നു. ഫീൽഡ് ഓൺ എ സോളിനോയിഡ് mu 0 Ni എന്ന് പറഞ്ഞിരുന്നു. ഇനി അതിന്റെ ഫോഴ്സ് ഒരു കറന്റ് വയറിലൂടെ കറന്റ് ഒഴുകുകയാണെങ്കിൽ ILB സൈൻ തീറ്റ എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി പാരലൽ കറന്റ് അട്രാക്ഷൻ, ലൈക്ക് കറന്റ്സ് അട്രാക്ഷൻ അൺലൈക്ക് കറന്റ്സ് റിപ്പൽ എന്നുള്ളത് അറിയാലോ. അപ്പൊ F/L ഈക്വൽ ടു mu 0 I1 I2 by 2 pi D എന്നുള്ള ഫോർമുലയാണ്. രണ്ട് പാരലൽ കറന്റ് ഒരു സർക്യൂട്ട് ഉണ്ട്, കണ്ടക്ടിങ് വയേഴ്സ് ഉണ്ട്. അത് ഒന്നിൽ I1 ഒന്നിൽ I2 രണ്ട് കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് D. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് ബൈ ലെങ്ത് is equal to എത്രമാത്രം കണ്ടക്ടിങ് വയറിന്റെ ലെങ്ത് ബൈ L is equal to mu 0 I1 I2 by 2 pi D എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് സൈക്ലോട്രോൺ എന്നുള്ളത് അല്ലെ.
സൈക്ലോട്രോൺ അറിയാം. അപ്പോൾ സൈക്ലോട്രോൺ ഒരു പർട്ടിക്കുലർ ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടിങ് വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട്, നോർത്ത് സൗത്ത് മാഗ്നറ്റിക് ഫീൽഡിന് ഉള്ളത് കൊണ്ട് അവിടെ ഒരു ചെറിയ ചാർജ് വരുമ്പോൾ, ഒരു അയോണ് വരുമ്പോൾ അതിൻ്റെ സ്പീഡ് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട്, വെലോസിറ്റി ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട് ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യിപ്പിക്കാൻ ഇലക്ട്രിക് ഫീൽഡ് റീജിയനെ പോലെ, ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ അവിടെ ഉള്ളത് കൊണ്ട് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നത്. അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഓൺലി നമ്മൾ സൈക്ലോട്രോൺ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പമാണ്. കറണ്ട് ഉള്ളത് കൊണ്ട് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് അവിടെ സൈക്ലിക് ആയിട്ട് ആ ചാർജിങ് ഇങ്ങനെ റേഡിയസ് കൂടി വരികയും അത് കറക്റ്റ് ഒരു ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഹൈ സ്പീഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ സൈക്ലോട്രോണിനെ കൊണ്ട് പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ടോർക്ക് ഓൺ ലൂപ്പ്. ടോർക്ക് ഓൺ ലൂപ്പ്, ടോസ് ഈക്വൽ ടു NIAB sin θ. N എന്നുള്ളത് നമ്മൾ ഒരു ലൂപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രമാത്രം നമ്പർ ഓഫ് ഫീൽഡ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് NIAB sin θ എന്നുള്ള ഫോർമുല യൂസ് ചെയ്യും. ലൂപ്പ് എന്നുള്ളത് ഇലക്ട്രിക് മോട്ടോഴ്സിലുള്ള ബേസിസ് എന്നറിയപ്പെടുന്നത്. ലൂപ്പിനകത്തുള്ള ടോർക്കിന്റെ ബേസിസിലാണ് ഇലക്ട്രിക് മോട്ടോഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രിക് ചാർജ് ഒരു കണ്ടക്ടറിലൂടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഡിഫ്ലക്ഷൻ ബേസ് ചെയ്യുന്നത് കറന്റിനെയാണ്. അതായത് ഗാൽവനോമീറ്ററിന്റെ സൂചി ഡിഫ്ലക്ട് ചെയ്യും. റിലേറ്റഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ കറന്റ് കൂടിയാൽ അതിന്റെ ഡിഫ്ലക്ഷൻ കൂടും. അപ്പൊ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഈസ് ബേസ്ഡ് ഓൺ ദി മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി. എർത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട് അല്ലെ. അപ്പോ ഡിക്ലിനേഷൻ, ഇൻക്ലിനേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദി എലമെന്റ്സ്, അതായത് എർത്തിന്റെ മാഗ്നറ്റിസം എന്നുള്ളത് ഒരു ഭൂമിയുടെ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ചുറ്റിനും നമുക്ക് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് കേട്ടോ. ആണ് ദിസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതിന് ചുറ്റും, ഭൂമിക്ക് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഭൂമിന്റെ നോർത്ത് സൈഡില് മാഗ്നറ്റിക് ഫീൽഡിന്റെ സൗത്തും ഭൂമിന്റെ സൗത്ത് സൈഡില് മാഗ്നറ്റിക് ഫീൽഡിന്റെ നോർത്തുമാണ് ഉള്ളത് എന്ന് പഠിച്ചു വെക്കുക. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M is equal to NIA ഫോർ എ ലൂപ്പ്. ഒരു കറന്റ് ലൂപ്പിനെ സംബന്ധിച്ച് NIA എന്നുള്ളതാണ്. ഫ്ലക്സ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ടെസ്ലയാണ്. ടെസ്ല മെഷേർഡ് മാഗ്നറ്റിക് ഫീൽഡ് B ആണെങ്കിൽ ഇറ്റ് ഈസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി. ടെസ്ല വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ B ഒരു സർക്കുലർ കോയിലിന്റെ ഫീൽഡ് എന്നറിയപ്പെടുന്നത് μ0 I/2R at the center of a circular coil field. ഇങ്ങനെ സർക്കുലർ കോയിൽ ഉണ്ട്, അതിന്റെ സെന്റർ ഭാഗത്ത് ഉള്ള ഫീൽഡ് B is equal to μ0 I/2R എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം.